വേദിയിൽ ഇരിക്കുന്ന ഒരുപാട് വിശിഷ്ട വ്യക്തികളെ പേരെടുത്ത് പറയാതെ എല്ലാവരോടും ആദരവോടെ വൈകിയതിന് ഞാൻ കാരണക്കാരനല്ല. വളരെ സന്തോഷം. ഇവിടെ എനിക്കറിയാം, ഇവിടെ നിൽക്കേണ്ടിയിരുന്ന ഒരാൾ സത്യത്തിൽ ഞാനല്ല. അത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജുനൈദ്. ആള് ഇവിടെ ദുൽഖർ സൽമാനെ കൊണ്ടുവരിപ്പിക്കാൻ വിചാരിച്ച ആളാണ്. ആൾ അതിനുവേണ്ടി ഒരുപാട് മെനക്കെട്ടതായിട്ട് എനിക്കറിയാം. ഇഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ ഒരു അവസാന സമയത്ത് അത് എന്തോ കാരണവശാൽ നടക്കാതെ പോയപ്പോൾ 11th അവറിലാണ് എന്നോട് പറയുന്നത്, ഒന്ന് വരണം. അപ്പം ഞാൻ പറഞ്ഞു, വല്ല ജുനൈദ്, ദുൽഖറിന് പകരം എന്തായാലും ഞാനാവുകയില്ല. അപ്പം അദ്ദേഹം പറഞ്ഞത്, എന്തായാലും നിങ്ങൾക്ക് പകരം ദുൽഖറും ആവില്ലല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, വെറുതെ അല്ല ഈ ഇതിൻ്റെ ചെയർമാനായി മാറിയത്. പറയാനറിയാം, പറഞ്ഞു നിൽക്കാനറിയാം. അതുകൊണ്ട് ഞാൻ എന്തായാലും വരാം എന്ന് പറഞ്ഞിട്ടൊക്കെ ഇവിടെ വന്ന് നിൽക്കുക. മാത്രമല്ല, ഞാൻ പറഞ്ഞു, ഞാൻ ഈ സന്ദർഭത്തിൽ എന്ത് പറയാനാ വന്നിട്ട്. ഇവിടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യമൊക്കെ അറിയാമല്ലോ. ഞങ്ങളിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ ആത്മവിമർശനങ്ങൾ, സാമൂഹ്യ രോദനങ്ങൾ എന്നൊക്കെ പറയാവുന്ന എന്തെല്ലോ പറഞ്ഞു പോകുന്ന ആളാണ്. ഈ ഒരു സാഹചര്യത്തിൽ എന്ത് പറയാൻ, ആകെ കലക്കം പറഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് തന്നെ അതിഭയങ്കരമായ ഒരു കലക്കം മലർച്ചലിന്റെ സമയത്ത് നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇനി എന്ത് പറയാനാ എന്ന് ഞാൻ ചോദിക്കണ്ടായി. അപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്, നമ്മുടെ നാട്ടിൽ ഞാനെപ്പം പറയുന്നൊരു കഥയാണ്. ഒരുപാട് നീട്ടില്ല, പെട്ടെന്ന് തീർക്കേണ്ടതുണ്ട്. എനിക്കറിയാം ഒരുപാട് ആളുകളുണ്ട്. കിട്ടേട്ടനും ചിരുതെടുത്തി പലയിടത്തും പറയുന്നത്, പ്രായമായിപ്പോയി. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള താമസിക്കുന്ന ഒരു പ്രണയമൊക്കെ ആയിട്ട് കല്യാണം കഴിച്ച് ഒരുപാട് അന്നത്തെ വലിയ വിപ്ലവകരമായ ജീവിതമൊക്കെ നയിച്ച ആൾക്കാരാണ്. അപ്പോൾ വയസ്സായപ്പോൾ, കുറേ വയസ്സായി, 2 പേര് മാത്രമേ, കുട്ടികളൊന്നുമില്ല. കിട്ടേട്ടൊരു സംശയം, ചിരുതെടുത്തിക്ക് ചെവി കേൾക്കുന്നില്ലേ. അപ്പോൾ ഇതാണെങ്കിൽ ചിരുതെടുത്തിയോടെ കൊണ്ട് പറഞ്ഞുകൂടാ, വലിയ പ്രശ്നമായി പോകും, കലാപമായി പോകും. അങ്ങനെ കിട്ടേട്ടൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടറോട് പറയും, ഡോക്ടറെ, ചിരുതൊക്കെ ചെവി കേൾക്കുന്നില്ല, നിങ്ങൾ എന്തെങ്കിലും ഒരു മരുന്ന് കുറിച്ച് തരണം. അന്നേരം പറയും, അല്ല കിട്ടാ, നീ രോഗിയെ കൂട്ടിയിട്ട് വാ, എന്നാലല്ലേ പരിശോധിക്കണ്ടേ, എന്നല്ല മരുന്ന് എൻ്റെ ഇവിടെ എഴുതാൻ പറ്റും. അത് നടക്കൂല ഡോക്ടറെ, നിങ്ങളെന്തായാലും ഒന്ന് തന്നേ മതിയാവും. എന്നാൽ നീ കുറച്ചുകൂടെ വിശദമായിട്ട് കാര്യങ്ങൾ പറ. രോഗിയുടെ സ്വഭാവം എങ്ങനെയാ, എത്ര ദൂരത്ത് നിന്നാലാണ് കേൾക്കാത്തത്, അടുത്ത് നിന്ന് പറഞ്ഞാൽ കേൾക്കുവോ, ഒരു 8 അടി ദൂരത്തിൽ നിന്ന് പറഞ്ഞാൽ കേൾക്കുവോ, 4 അടി, ഒരു 2 അടി ദൂരത്തിൽ, അങ്ങനെ എന്തെങ്കിലും കുറച്ചുകൂടെ വിശദമായിട്ട് പറ എന്നും പറഞ്ഞിട്ട് കിട്ടുന്ന വീട്ടിലേക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഉച്ചക്ക് വീട്ടിലെത്തിയപ്പം ചിരുത അവിടെ ഇരുന്ന് മീൻ മുറിക്കുക. അപ്പം പിറകിൽ 8 അടി അളന്ന് നിന്നിട്ട് കിട്ടേട്ടൻ ചോദിക്കും, ചിരുത, ഇന്നെന്നാ മീൻ കിട്ടിയ കൂട്ടാൻ വെക്കാൻ, വടക്കൻ ഭാഷയാ. അന്നേരം ചിരുത മിണ്ടുന്നില്ല, കേൾക്കുന്നില്ല. അപ്പൊ കുറച്ചുകൂടെ അടുത്തേക്ക് പോയി 4 അടി ദൂരത്തിലടുത്ത് നിന്നിട്ട് വീണ്ടും ചോദിക്കും. അന്നേരവും മറുപടി പറയുന്നില്ല, കേൾക്കുന്നില്ല. പിന്നെ 2 അടി ദൂരത്തിലേക്ക് പോയി നിന്നിട്ട് ചോദിച്ചിട്ട് അപ്പോഴും മറുപടിയില്ല. പിന്നെ മുമ്പിൽ തന്നെ പോയി ചോദിച്ചു, എന്തായാലും കാര്യം അറിയാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ചിരുത പറയാ, അല്ല മനുഷ്യ, 3 തവണയായില്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഉച്ചക്ക് ചരുമീനാ കിട്ടിയേ, നിങ്ങൾക്ക് എന്താ മനുഷ്യ ചെളി കേൾക്കുന്നില്ലേ പറഞ്ഞതുപോലെ ഒരു സ്പോട്ടില് ഒരു പ്രത്യേക സമയത്ത് ഇന്നലെ വരെ നമ്മൾ വിചാരിച്ചത് മുഴുവനൊക്കെ തെറ്റായി പോവാ. ഒരു പുതിയ തിരിച്ചറിവുണ്ടാവുക എന്ന് പറയുന്ന ഒരു ഷോക്ക് അടുപ്പിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടല്ലോ. അങ്ങനെയാണ് ഞാൻ എന്ന് പറയായിരുന്നു. ഇന്നലെ വരെ ഉണ്ടായിരുന്ന വിശ്വാസങ്ങളെല്ലാം തെറ്റിപ്പോവുക. ലോകത്തിലെ മുഴുവൻ ഇടങ്ങളിലും പുതിയത് അന്വേഷിക്കുകയും പുതിയ കാര്യങ്ങളിൽ എക്സ്പെരിമെന്റ് നടത്തുകയും എല്ലാത്തിലും നവീനമായി കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് പഴയതിനെ കംപ്ലീറ്റ് ഇങ്ങോട്ട് ആവഹിച്ചെടുത്ത് ആധുനികവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ്. പ്രകൃതിവാദം, പരിസ്ഥിതിവാദം എന്നൊക്കെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇടപെട്ട ആൾക്കാരാണ്. നമ്മുടെ യാത്ര എന്ന് പറഞ്ഞ സിനിമയിൽ കുറച്ച് വെള്ളം തരണേ,
ഞാൻ ഡീഹൈഡ്രേഷനുള്ള രോഗിയാണ്. യാത്ര എന്ന് പറയുന്ന സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ജനറേഷൻ്റെ ആയിരുന്ന സിനിമ കേട്ടില്ല. സമയം പ്രശ്നമുണ്ടോ? എല്ലാവരും കണ്ട സിനിമയാണ്. ആ സിനിമയിൽ ഈ തുടങ്ങുന്നത് തന്നെ ഒരു ബസ്സിൽ കുറേ കുട്ടികൾ ഇങ്ങനെ അരുൾവാസിയായിട്ട് എക്സ്കർഷന് പോവാ. അപ്പോൾ വൈക്കുന്ന മമ്മൂട്ടി ഇങ്ങനെ കൈ കാണിച്ച് നിർത്തിയിട്ട് ആ ബസ് കയറും. അയാൾ ജയിലിൽ നിന്ന് വരുന്നത് നമുക്കറിയാലോ, കഥയൊക്കെ അറിയാലോ. അപ്പോ ഈ അവിടുന്ന് കുട്ടിയൊക്കെ ഒരു സംശയം, ബസ്സിലിരിക്കുന്ന മുഴുവൻ കുട്ടിയൊക്കെ സംശയം, ഈ ആന മഴ പെയ്താല് കാട്ടില് എന്താ ചെയ്യുക? ആർക്കും ഉത്തരം അറിയില്ല. അവരോടും ചോദിച്ചു, എല്ലാവരും ചോദിച്ചു. അവസാനം പ്രിൻസിപ്പാൾക്ക് വരെ അറിയില്ല ആന മഴ പെയ്താൽ കാട്ടിൽ എന്താ ചെയ്യുക. അപ്പൊ ഉത്തരം പറയേണ്ട ആള് മമ്മൂട്ടിയാണല്ലോ, അതിനാണല്ലോ ചോദ്യം ഉണ്ടാക്കിയത്. അയാളിങ്ങനെ ജയിലിലൊക്കെ ജീവിതം അനുഭവിച്ച് ഫിലോസഫിക്കലായിട്ടുള്ള വലിയ ജീവിതമായിട്ട് തിരിച്ചു വരിക. അപ്പൊ ആള് പറയും, ഉത്തരം പറയും, മോനെ ആന കാറ്റിൽ മഴ പെയ്താല് മഴ കൊള്ളുതന്നെ, വേറെ എന്ത് ചെയ്യാനാ എന്ന് ചോദിക്കുന്ന വലിയ ഫിലോസഫിക്കലായ രീതിയിലുള്ള ഒരു മറുപടിക്ക് വേണ്ടിയാണ് നെടുനൂറിൽ ഒരു സന്ദർഭം ഉണ്ടാക്കിയുള്ളത്. പക്ഷെ നമ്മൾ മനുഷ്യന്മാര് മഴ കൊള്ളൂല. നമ്മളൊരു കുടയുണ്ടാക്കിയിട്ട് തലക്ക് വീത പിടിക്കും, അല്ലെങ്കിൽ ഒരു ഓട് കൊണ്ട് ഒരു വീടുണ്ടാക്കിയിട്ട് ആ കൂരക്കുള്ളിൽ വെക്കും. നമ്മൾ മഴ നനയില്ല, നമ്മളതിന് കിട്ടൂല. നമ്മൾ പ്രകൃതിക്കെതിരാണ്. മാത്രമല്ല കായികനികൾ മറ്റേത് പക്ഷികളോ മൃഗങ്ങളോ കൊത്തി തിന്നുന്ന പോലെയും അല്ല നമ്മൾ തിന്നുന്നത്. നമ്മൾ ചെയ്യും, നമ്മൾ അതൊക്കെ ഒരു പ്രത്യേക രീതിയിൽ സസ്യജാതികളുടെ മുഴുവൻ അതിന്റെ വ്യവസ്ഥ തെറ്റിച്ചിട്ട് ഒരിടത്ത് കൃഷി ചെയ്തിട്ട് പത്തായപ്പഴം നിറച്ചു വെക്കും. ആരും കൊടുക്കൂല, എന്നിട്ട് നമ്മൾ തിന്നും. പക്ഷികളെ പോലെയല്ല, മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞതുപോലെ പിന്നെ മലകൾ ഇടിച്ചു നിരത്തും, പുഴകൾ നമ്മൾ മൂടിക്കളയും. ഇതൊക്കെ പ്രകൃതിക്കെതിരെയുള്ള പരിപാടിയാണ്. സത്യത്തിൽ മനുഷ്യൻ പ്രകൃതിക്കെതിരാണ്. മനുഷ്യന് അനുകൂലമായിട്ടുള്ള സംഗതി അല്ല പ്രകൃതി. പ്രകൃതിക്കെതിരെ സമരം ചെയ്യലാണ് മനുഷ്യൻ ആജീവനാന്തം ചെയ്തുകൊണ്ടിരുന്നത്.